ജൂലൈ മാസം 8-ാം തീയതി ക്രിസ്തുവർഷം 2026 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാൽ തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ വിചാരങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. സകലവും അവിടുത്തെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. സത്യവചനം യഥാർത്ഥമായി വിഭാഗിച്ചുകൊണ്ട് ലജ്ജ വരാത്ത വേലക്കാരനായി നിന്നെ തന്നെ ദൈവത്തിന് കൊള്ളാകുന്നവനായിരിക്കാൻ ശ്രമിക്കുക. ദൈവം ഓരോ ബുധനാഴ്ചയും നൽകുന്ന പുതിയ അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-28 വാക്യങ്ങൾ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി മഹിമയിൽ അവിടുത്തെ സന്നിധിയിലിരിക്കുന്ന അവിടുത്തെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ മുഖാന്തരം ഞങ്ങൾ തിരുസന്നിധിയിൽ വന്ന് നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. ഞങ്ങളുടെ പഠനം ഏറ്റവും അനുഗ്രഹീതമാക്കണമേ. ഈ സംഭവബഹുലമായ ലോകത്തിൽ ദുഷ്ടനെ പ്രകീർത്തിക്കുന്ന രാഷ്ട്രങ്ങൾ ഉള്ള ഈ ലോകത്തിൽ നന്മ തിരിച്ചറിയാതെ വണ്ണം തിന്മയോട് ചേരുന്ന സ്വഭാവമുള്ള മനുഷ്യരുടെ മധ്യത്തിൽ നിൻ്റെ കൃപയിൽ പുത്രൻ മുഖാന്തരം വന്ന് നന്ദി സ്തുതി സ്തോത്രങ്ങൾ ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഞങ്ങൾ പഠിക്കുന്ന പഠന വിഷയം വളരെ ഗാംഭീര്യമുള്ള ദൈവവചനമാണല്ലോ കർത്താവേ. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അടികൾ അപേക്ഷിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നാം കഴിഞ്ഞ ആഴ്ചകളിലായി പഠിച്ചു വരുന്നത് എബ്രായ ലേഖനം. അതിൻ്റെ ഒരു മുഖവര ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ദൂരെ നിന്ന് ഒരു കാഴ്ച മുകളിലേക്ക് പോകും തോറും അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഒറ്റ ദൃഷ്ടിയിൽ നമുക്ക് കാണാം. അതാണ് നാം എബ്രായ ലേഖനത്തിന് മുഖവര എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് ആബേലിൻ്റെ യാഗം മുതൽ കർത്താവ് യേശുക്രിസ്തു രണ്ടാം വരവ് വരെയുള്ള നിത്യമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എഴുത്താണ് ഈ എബ്രായ ലേഖനം. അത് നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഉയരത്തിലേക്ക് കടന്ന് ഒന്ന് നോക്കുകയാണ്. അതാണ് നാം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചതിൻ്റെ ഫലമായിട്ട് ചില പ്രധാനപ്പെട്ട അടിസ്ഥാന ഉപദേശങ്ങൾ ഈ ലേഖനത്തിലും ഈ എഴുത്തിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായ കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പ്രതിപാദിക്കുകയുണ്ടായി. ഒന്ന്, ദൈവത്തെ സംബന്ധിച്ച ഉപദേശം. ദൈവമാര്, പുത്രനാര്, പരിശുദ്ധാത്മാവാര്, ഇവർ ചേർന്ന 3 വ്യക്തികൾ, വ്യതിരിക്ത വ്യക്തികളുള്ള ഏകസത്തയിലെ ത്രിയേക ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തെക്കുറിച്ചുള്ള ഉപദേശം എബ്രായ ലേഖനത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും. അതാണ് ദൈവത്തെ സംബന്ധിച്ച് എബ്രായ ലേഖനത്തിലെ എബ്രായ എഴുത്തിൻ്റെ വെളിപ്പാടുകൾ. അതുപോലെ തന്നെ പുത്രനെ സംബന്ധിച്ച വെളിപ്പാടുകൾ.
നമുക്ക് ഇതിൽ നൽകിയിട്ടുണ്ട്. 1-ാം അധ്യായവും 2-ാം അധ്യായവും തുടർന്നുള്ള അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അത്ഭുതകരമായ രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമുക്ക് വേണ്ടി ഇതെല്ലാം എഴുതി അത് സൂക്ഷിച്ച് ഇന്ന് നമുക്കത് വായിക്കാൻ തക്കവണ്ണം പല തർജ്ജിമകളിലൂടെ നമുക്ക് പഠിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തോട് നന്ദി അർപ്പിക്കുവാൻ അത് കാരണം ആകേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ചും പുത്രനെക്കുറിച്ചും മാത്രമല്ല പരിശുദ്ധാത്മയെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതും വ്യക്തമായ കാര്യങ്ങളാണ്. അതുപോലെ രക്ഷയുടെ ദൈവശാസ്ത്രം അത് വളരെ പ്രധാനപ്പെട്ടത്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവമാര്, ഈ ദൈവം നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് എന്ത് ചെയ്തു, അത് തൻ്റെ പുത്രനിലാണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ രക്ഷയുടെ ദൈവശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ദൈവിക വെളിപ്പാടുകളുടെ തിരുവചനത്തിൻ്റെ ദൈവവചനത്തിൻ്റെ തിരുവെഴുത്തുകളുടെ ആരംഭം, പുരോഗമനം, അതുപോലെ അവസാനം. അതാണ് നമ്മൾ പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വേദവാക്യം എബ്രായയിലെ 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. ദൈവാദിയിൽ പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം അരുളി ചെയ്തു. അപ്പോൾ അങ്ങനെ പുതിയ നിയമവും പഴയ നിയമവും പുതിയ നിയമവും ചേർന്ന് 66 പുസ്തകങ്ങൾ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ടെന്നുള്ളതും ദൈവിക വെളിപാടുകളെ സംബന്ധിച്ച് അത് ആരംഭിച്ചു, അത് പുരോഗമിച്ചു. അത് അപ്പസ്തോലനായ യോഹന്നാൻ്റെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ എഴുത്തോടുകൂടി അത് അവസാനിക്കുകയും ചെയ്തു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ദൈവവചനം. ഈ ദൈവവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ കർത്താവായ യേശു ക്രിസ്തു, അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായിട്ട് എന്നെയും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും മുഖ്യമായ വിഷയം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ വെളിപ്പാടുകളുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം, ഇല്യൂമിനേഷൻ ബൈ ദി ഹോളി സ്പിരിറ്റ്. വേദപുസ്തകം മനുഷ്യരാൽ എഴുതപ്പെട്ടത് എങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ് എന്നുള്ളത് നമുക്ക് ആശ്വാസം നൽകുന്ന വലിയ വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ അവസാനമായിട്ട് എന്ത് സംഭവിക്കും, മനുഷ്യനെന്ത് സംഭവിക്കും, ഈ പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കും, മനുഷ്യർക്ക് എന്ത് സംഭവിക്കും, ഈ പ്രകൃതിക്ക് എന്ത് സംഭവിക്കും, ഇസ്രായേലിന് എന്ത് സംഭവിക്കും, രാഷ്ട്രങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ധാരാളം ഉപദേശങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതിൽ എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ ഉപദേശങ്ങളെല്ലാം അതിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയും അത് നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ അടിസ്ഥാന ഉപദേശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എൻ്റെ രക്ഷ തന്നെയാണ്. പാപപരിഹാരാർത്ഥം ദൈവം എനിക്ക് വേണ്ടി തൻ്റെ പുത്രൻ ചെയ്ത കാര്യങ്ങളെ മനസ്സിലാക്കി വിശ്വസിക്കുക, അതനുസരിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുക എന്നുള്ളതെല്ലാം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് അത് പ്രാധാന്യമുള്ളത് തന്നെയാണ്. നമ്മുടെ ജീവിത ലക്ഷ്യം അതായിരിക്കണം. ദൈവത്തെ അറിയുക, തൻ്റെ വചനത്തിലൂടെ തൻ്റെ പുത്രനെ അറിയുക, പുത്രൻ വിശ്വസിച്ച് നിത്യതയ്ക്കായിട്ട് ഒരുങ്ങുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അങ്ങനെ അടിസ്ഥാന ക്രൈസ്തവ ഉപദേശങ്ങളിൽ രക്ഷയുടെ ദൈവശാസ്ത്രം കഴിഞ്ഞ ഭാഗികമായി നമ്മൾ പരാമർശിക്കുകയുണ്ടായി. തിരുവചന ചരിത്രത്തിലൂടെ യാഗങ്ങൾ, വഴിപാടുകൾ, അതുപോലെ തന്നെ അർപ്പണങ്ങൾ, ഓഫറിങ്സ്, ഇവയെല്ലാം വായിക്കുമ്പോൾ ഏകദേശം 4000 വർഷത്തെ യാഗങ്ങളുടെയും അർപ്പണങ്ങളുടെയും അവസാനമായിട്ട് ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപപരിഹാരാർത്ഥം അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്ന് താൻ യാഗമായി തീർന്നു എന്നുള്ളതാണ് മർമ്മപ്രധാനമായിട്ടുള്ള ദൈവിക വെളിപ്പാട്. അപ്പം അങ്ങനെ ഈ തിരുവചനത്തിലെ ചരിത്രത്തിലൂടെ യാഗങ്ങൾ, വഴിപാടുകൾ, അർപ്പണങ്ങൾ വായിക്കുമ്പോൾ അവയെല്ലാം യേശുക്രിസ്തുവിൻ്റെ പരമമായ യാഗത്തിലേക്ക് ചൂണ്ടുപലക ആയിരുന്നു. അത് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു.
ഇതാ നിങ്ങളുടെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതിനേക്കുള്ളൊരു ചൂണ്ടുപലകയായിരുന്നു ഈ യാഗങ്ങൾ എന്ന് നമുക്ക് എബ്രായ ലേഖനം വായിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഈ യാഗാർപ്പണം ആദ്യമായി നമ്മൾ ഹാബേലിൻ്റെ യാഗാർപ്പണം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 4-ാം ഭാഗ്യത്തിൽ അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അത് എടുത്തെഴുതിയിട്ടുണ്ട്. ആ ഹാബേൽ ഒരു ഉത്തമ യാഗം അർപ്പിച്ചു എന്നാണ് അവിടെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ജലപ്രളയത്തിന് ശേഷം നോഹ ഉൽപ്പത്തി 8-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലും അവിടെയും അവൻ രക്ഷ പ്രാപിച്ചു. പുതിയൊരു ലോകത്തിലേക്ക് അവന് ദൈവം ഒരു അവസരം കൊടുത്തു. തൻ്റെ കുടുംബത്തോടൊപ്പം 8 പേർക്ക് അവസരം കൊടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു പ്രകടനമായിരുന്നു അവിടെ 8-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഉൽപ്പത്തി 8-ാം 20-ാം വാക്യത്തിൽ ഒരു യാഗാർപ്പണം അവിടെ നൽകിയത്. അതുപോലെ തന്നെ വിശ്വാസികളുടെ പിതാവ് എബ്രാഹാം 22-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 12-ാം വാക്യത്തിൽ തൻ്റെ പുത്രനെ, താൻ സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനായ പുത്രനെ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പറയുകയാണ്. അങ്ങനെ ന്യായപ്രമാണത്തിലെ ലേവ്യ പുസ്തകത്തിലെ യാഗങ്ങളും നമുക്ക് വളരെ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. ലേവ്യ പുസ്തകം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ധാരാളം യാഗങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തേക്കുള്ള ചൂണ്ടുപലകയായിരുന്നു എന്ന് അത് ഷാഡോ ആൻഡ് റിയാലിറ്റി എന്നുള്ള വിധത്തിൽ നമുക്ക് വെളിപ്പാടായിട്ട് ഈ എബ്രായ ലേഖനത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹീതമായ കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ പരമയാഗം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതാണ്. അവിടെ വ്യക്തമായിട്ട് പഴയ നിയമത്തിലെ മോശയുടെ ന്യായപ്രമാണ പ്രകാരമുള്ള സമാഗമന കൂടാരത്തിൽ, അതിനുശേഷം അത് ദേവാലയമായി പണിതതിന് ശേഷം ശലോമോൻ്റെ ദേവാലയത്തിൽ നടന്ന യാഗങ്ങളെല്ലാം തന്നെ അത് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് അത് വരാനുള്ള യേശുക്രിസ്തുവിൻ്റെ പരമയാഗം മഹാപുരോഹിതനെ തന്നെ അർപ്പിച്ചു എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമായ ഒരു ഉപദേശവും പഠനവുമാണ്. അങ്ങനെ രക്ഷയുടെ ദൈവശാസ്ത്ര പഠനത്തിൻ്റെ സംക്ഷേപമായി നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രകാരം പറയുകയുണ്ടായി. ദൈവേഷ്ടത്താൽ ദൈവത്തിൻ്റെ ഇച്ഛാപ്രകാരം, അതാണ് നമ്മൾ ദൈവേഷ്ടമെന്ന് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം തിരുവചനപ്രകാരം യേശുക്രിസ്തു ഒരിക്കലായി തൻ്റെ ശരീരയാഗമായിട്ട് അർപ്പിച്ചു, തന്നെ അർപ്പിച്ചു. ഈ ഓഫേർഡ് ഹിംസെൽഫ് ഫോർ ഓൾ ദി സിൻസ് ഓഫ് മാൻകൈൻഡ്. അപ്പോൾ അങ്ങനെ ഉപദേശങ്ങളും വെളിപ്പാടും കോർത്തിണക്കി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യരക്ഷ ദൈവം സൗജന്യമായി നൽകുവാൻ തൻ്റെ പുത്രൻ്റെ യോഗ്യതയിൽ, അവൻ്റെ യോഗ്യത മാത്രമല്ല അവൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ദൈവം അവൻ്റെ പ്രവൃത്തിയിൽ സംപ്രീതനാകുകയും സന്തോഷവാനാകുകയും പ്രസാദിക്കുകയും അതിൻ്റെ അടയാളമായിട്ട് അവനെ 3-ാം ദൂരത്ത് എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ഇന്ന് മഹത്വത്തിലേക്ക് കടന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയാണ്. എല്ലാം നമുക്ക് തെളിവുകളാണ്, നമ്മുടെ വിശ്വാസത്താൽ നമുക്കത് ലഭിക്കും എന്നുള്ളത്. അതുകൊണ്ട് ദൈവം, ദൈവവചനം, ദൈവവചനത്തിൽ ക്രിസ്തു ഒരിക്കലായി തൻ്റെ ശരീരയാഗം, ഇങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഞാൻ വായിച്ച് നമ്മുടെ രക്ഷയുടെ ദൈവശാസ്ത്രത്തോടുള്ള ബന്ധത്തിൽ 3 പ്രധാനപ്പെട്ട വാക്യങ്ങൾ വായിച്ച് നമുക്ക് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം അങ്ങനെ നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ അതിൽ പ്രധാനമായിട്ട് നമ്മളെ സംബന്ധിച്ച നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ 5 കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കണം. 5 things I want to remind. 1 ദൈവം, ദൈവവചനം. 2 ദൈവത്തിലെ ക്രിസ്തു ഒരിക്കലായി ശരീരയാഗം അർപ്പിച്ചു. അതുമാത്രമല്ല, യേശു ക്രിസ്തു മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഈ മഹത്വത്തിലേക്ക് he suffered and died
ആൻഡ് എൻറ്റേർഡ് ഇൻ ടു ഗ്ലോറി. എന്നാൽ ആ മഹത്വത്തിൻ്റെ പ്രതിഫലനങ്ങൾ അത് വരാൻ പോകുന്നേ ഉള്ളൂ, പലതും വരാൻ പോകുന്നേ ഉള്ളൂ. സഭയുടെ ഉൽപ്രാപണം, സഭയുടെ മൗത്വീകരണം, വിശ്വാസികളുടെ മൗത്വീകരണം, പുതിയ ഭൂമി, പുതിയ ആകാശം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവവും പീഡാനുഭവവും അതോട് ബന്ധപ്പെട്ട മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലങ്ങളാണ്. അത് പിൽക്കാലങ്ങളിൽ, അത് ഭാവിയിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിലും ഈ 5 കാര്യങ്ങൾ നമ്മുടെ വ്യക്തിജീവിതത്തിൽ അത് പരമപ്രധാനമായിരിക്കണം എന്ന് ഞാൻ നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ വ്യക്തികളുടെയും ജീവിത ലക്ഷ്യം ആത്മരക്ഷയും നമ്മുടെ വ്യക്തിപരമായ മഹത്വപ്രവേശനവുമാണ്. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവിൽ അവൻ്റെ മഹത്വത്തിലേക്ക് നാം അത് പങ്കുകാരായി തീരുമെന്നുള്ളതും നമ്മുടെ ജീവിത ലക്ഷ്യമായിരിക്കണം. അതിനേക്ക് വേണ്ടിയുള്ള യാത്രയാണ് നമ്മുടെ ആത്മീയ ജീവിതം. ആത്മരക്ഷയ്ക്ക് ശേഷമുള്ള ആത്മീയ ജീവിതം അത് മഹത്വപ്രവേശനമായിരിക്കണം എന്ന് നിങ്ങൾ ഓർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മരക്ഷയും മഹത്വപ്രവേശനവും ദൈവം ക്രിസ്തുവിൽ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനങ്ങൾക്ക് ദൈവം സാക്ഷിയാണ്. അവൻ പറഞ്ഞാൽ പറഞ്ഞവനാണ്, ഒരിക്കലും അത് മാറാൻ പോകുന്നില്ല. അങ്ങനെ ബൈബിൾ പഠനത്തിൻ്റെ ലക്ഷ്യവും ലക്ഷ്യം ഈ പലരോടും ബൈബിൾ ചർച്ച മലയാളം കൂട്ടായ്മ എന്തിനു വേണ്ടി നിലനിൽക്കുന്നു, എന്തിനു വേണ്ടി എല്ലാ ബുധനാഴ്ചയും മെസ്സേജുമായിട്ട് വരുന്നു? നമ്മുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ആത്മരക്ഷയും മഹത്വപ്രവേശനവും തന്നെ. വിശ്വസിച്ച ആത്മരക്ഷ ലഭിച്ചവർ മഹത്വപ്രവേശനത്തിനായി ഒരുങ്ങണം. അതാണ് നമ്മുടെ ഓരോരുത്തരുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട് നമ്മൾ മഹത്വീകരിക്കപ്പെടേണ്ട ആയതുകൊണ്ട് നമുക്ക് വിശുദ്ധീകരണം ആവശ്യമാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ആവശ്യമാണ്, അവനെ ഏറ്റുപറയേണ്ട ആവശ്യമുണ്ട്, അവന് സാക്ഷികളായിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം നമ്മുടെ മഹത്വപ്രവേശനത്തിലേക്കുള്ള ആയിരിക്കുമെന്നുള്ളത് നമുക്ക് എബ്രായ ലേഖനത്തിൽ നിന്ന് പഠിക്കാവുന്ന വിഷയങ്ങൾ തന്നെയാണ്. അങ്ങനെ യേശുക്രിസ്തുവിൽ രക്ഷയ്ക്കായി വിശ്വസിച്ചവരുടെ ലക്ഷ്യം നമ്മുടെ മഹത്വീകരണം തന്നെയാണ്. Our glorification is the aim of our Christian way of life. Not for salvation, that has already taken place. Our aim should be our glorification. Also we need to be sanctified, because you and I are sinners, saved sinners, cleansed by the blood of Christ. But we have to be sanctified. Then God will make us enter into glory. അപ്പോൾ അങ്ങനെ മഹത്വപ്രവേശനമായി ഒരുക്കമാണ് വിശ്വസിച്ചവരുടെ ആത്മീയ ജീവിതം. അങ്ങനെ യേശു രക്ഷയ്ക്കായി വിശ്വസിച്ചവരുടെ ലക്ഷ്യം മഹത്വപ്രവേശനമാണ്. മഹത്വപ്രവേശനം വിശ്വാസത്തിലെ അന്തിമ ലക്ഷ്യം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അതിൻ്റെ അവസാനം എന്താണ്? കാരണം നമ്മൾ അവസാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ പോകും. നമ്മുടെ അവസാനം എന്തായിരിക്കണം? നമ്മൾ മഹത്വീകരിക്കപ്പെടും, നമുക്ക് പുതിയ ശരീരം ലഭിക്കും, പുനരുദ്ധാന ശരീരം ലഭിക്കും. മരണം, ദുഃഖം, മുറവിളി, മരണം ഇല്ലാത്ത നിത്യമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കാനുള്ള ഒരു വലിയ അവസ്ഥ, അതാണ് നമ്മുടെ മഹത്വീകരണത്തോടുകൂടി നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ മഹത്വപ്രവേശനമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയായിരിക്കണം നാം ജീവിക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ അവസാനങ്ങളെ സംബന്ധിച്ച് ചില ഉപദേശങ്ങൾ പഠിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാമൊന്നുമല്ല, അല്പമായിട്ട് നമ്മുടെ സമയപരിധിക്കുള്ളിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കണം. നമുക്കറിയാം, നമ്മുടെ വേദപുസ്തകം തുടങ്ങുന്ന ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അല്ലയോ? അതാണ് ബൈബിളിൻ്റെ ആരംഭപ്രകാരമല്ലേ? ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദി ഹെവൻസ് ആൻഡ് ദി എർത്ത്, റൈറ്റ്? അതാണ് നമ്മുടെ ആരംഭം. എന്നാൽ എന്ത് സംഭവിച്ചു? ആദാമിൻ്റെ പാപത്തോടുകൂടി ഈ ലോകം മലിനമായി തീർന്നു, അശുദ്ധമായി തീർന്നു. മനുഷ്യരും മൃഗങ്ങളും ഈ ലോകം മൊത്തത്തിൽ ആദാമിൻ്റെ പാപത്തിന് സംഭവിച്ച വലിയ കാര്യം. ഇതിന് വീണ്ടെടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം മാത്രം വരുത്തിയാൽ പോരാ. നമ്മുടെ പരിപൂർണ രക്ഷയ മഹത്വീകരണത്തിന് മുമ്പായിട്ട് ദൈവം അവസാനത്തിൽ സകലതും പുതിയതാക്കും. പാപമില്ലാത്ത, മരണമില്ലാത്ത ഒരു ലോകമാണ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ആദാം മുഖാന്തരം പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ച ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച ദൈവം പാപത്താൽ സൃഷ്ടി മലിനമായി. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അവസാനമായിട്ട് ഈ ലോകത്തിനെന്ത് സംഭവിക്കും? ദൈവത്തിനെ സൃഷ്ടിക്കുന്ന സംഭവിക്കും.
പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെല്ലാം കടന്നു പോകേണ്ടതാണ്. ഇതെല്ലാം ടെമ്പററിയാണ്. കാരണം പാപത്താൽ മലിനമായതാണ്. ഇതിൻ്റെയും പുതിയതാക്കും. കടലും അപ്രത്യക്ഷമായി. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നതോടുകൂടി കടലുണ്ടായിരിക്കില്ല. നോ മോർ സീ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കടൽ കാണാനും കടലിൻ്റെ അടുത്ത് പോയി ഡോൾഫിനെയും വെയിൽസിനെയൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ പൊക്കോളണം. ഭാവിയിൽ അത് ഉണ്ടാകുകയില്ല എന്നാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. അതുപോലെ മനുഷ്യകുലത്തിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും, മനുഷ്യകുലത്തിൻ്റെ അന്ത്യം, അതാണ് നമ്മളെ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യവും 28-ാം വാക്യവും വായിക്കാൻ കാരണം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. അങ്ങനെ തന്നെ. അതുകൊണ്ട് ദൈവവചനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഇത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അത് സത്യമാണ്. കാരണം ദൈവം സത്യമാണ്. ദൈവം ഒരിക്കലും കള്ളം പറയുകയില്ല. അവന് അസാധ്യമാണത്. അത് സത്യമാണ് എങ്കിൽ വേദപുസ്തകം പറയുന്നു ഒരിക്കലും മരിക്കുകയും പിന്നെ ന്യായവിധി. അതുകൊണ്ട് മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല, ഒരു ന്യായവിധി പിന്നെയും ശേഷിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യകുലത്തിൻ്റെ അന്ത്യന്യായവിധി നമുക്ക് വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അല്പമായിട്ട് ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. നാം എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിൻ്റെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കാം. വെളിപാട് പുസ്തകം അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തിനിരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആവാലഭൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടക്കം ന്യായവിധിയുണ്ടായി. സമുദ്രത്തിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്ക്ക് തള്ളിയിട്ട് ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇവിടെ മരിച്ചവരുടെ പുനരുത്ഥാനമാണ്. എന്തിനാണ്? ന്യായവിധിക്കായിട്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. അതുകൊണ്ട് അവിശ്വാസികൾ ഈ മരിച്ചവരാണ് ഇത് എന്നുള്ളത് നമുക്ക് വളരെ ദുഃഖകരമായ കാര്യമാണ്. നമ്മൾ മരിച്ച് അത് ഏതൊക്കെ വിധത്തിൽ തന്നെ സംസ്കാരം ചെയ്താലും, അതിനെ ന്യൂക്ലിയർ ബോംബ് കൊണ്ട് അതിനെ ഭസ്മമാക്കി കളഞ്ഞാലും അതിനെല്ലാം തിരിച്ച് കൊണ്ടുവന്ന് അവനെ പുനരുദ്ധാനം ചെയ്ത് അവനെ ന്യായവിധിയിലേക്ക് ദൈവം കൊണ്ടുവരുമെന്നാണ് വേദപുസ്തകത്തിലെ ശക്തമായ ഉപദേശം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് ഈ ന്യായവിധിയിൽ നിന്ന് നാം രക്ഷിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം, നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ യോഹന്നാൻ്റെ സുവിശേഷമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. 5-ാം അധ്യായം അതിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോവുകയാണ്. അതിൻ്റെ 24-ാം വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വാമൊഴിയാണത്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. അവൻ എന്നിൽ എൻ്റെ പിതാവിൽ വിശ്വസിക്കുന്നവന്, എന്നെ അയച്ചവനെ എൻ്റെ വചനങ്ങളെ കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ടൊരു വിശ്വാസിയായി നമ്മളായിത്തീരുമ്പോൾ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാരയാഗം, പരമയാഗം
അത് നമ്മുടെ പാപപരിഹാരമായിരുന്നു എന്നുള്ള അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ന്യായവിധിയിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെടുകയാണ്. അതാണ് ഈ വാക്യം ഇവിടെ നമ്മളെ വായിച്ചു കേൾപ്പിക്കാനിടയായിത്തീരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ യേശുക്രിസ്തു രക്ഷയെ വിശ്വസിക്കുന്നവരുടെ നിത്യതയിലേക്കുള്ള തുടർച്ച, നമ്മൾ നിത്യയിലേക്ക് തുടരുകയാണ്. നമുക്ക് ന്യായവിധിയില്ല. ന്യായവിധിയിൽ കടക്കിലേക്ക് കടക്കുന്നത് അവിശ്വാസികളാണ് എന്ന് ദുഃഖപൂർവ്വം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മണവാട്ടി സഭയ്ക്കായി സഭയുടെ കാന്തനായ കർത്താവ് യേശുക്രിസ്തു വരും. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. അവിടെ പറയുന്നത് പുനരുത്ഥാനങ്ങളുടെ ഒരു ക്രമമാണത്. ദി സീക്വൻസ് ഓഫ് റിസറക്ഷൻ. ആദ്യമായിട്ട് പുനരുത്ഥാന ശരീരം ലഭിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഇനി 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇനി എന്താണ്? ആദ്യം ക്രിസ്തു, ആദ്യ ഫലം ക്രിസ്തു. 3-ാം ദിവസം അവൻ മരിച്ചവരുടെ നിന്ന് പുനരുത്ഥാനം ചെയ്തു. പൂർണ്ണ ശരീരമുള്ളവനായിട്ട് അവൻ തൻ്റെ അപ്പസ്തലന്മാർക്ക് പ്രത്യക്ഷനായി, പലർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം അപ്പസ്തലനായ പൗലോസിനും പ്രത്യക്ഷനായി. അവൻ പറയുകയാണ് ആദ്യം ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൽ ഉള്ളവർ. അപ്പോൾ നമ്മൾ ക്രിസ്തുവിലായിത്തീരുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച ദൈവത്തിൻ്റെ വചനത്തിലെ ദൈവത്തിൻ്റെ രക്ഷാശാസ്ത്രത്തിൽ, രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ നമ്മൾ ക്രിസ്തുവിൽ എങ്ങനെ ആയിത്തീരും. അത് വിശ്വാസത്താലാണ് എന്നാണ് നാം വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നത്. നമ്മൾ ആദാമിൽ ജനിക്കുന്നു, എന്നാൽ നമ്മൾ ക്രിസ്തുവിലായാൽ നമുക്ക് ന്യായവിധിയില്ല. നമ്മളെല്ലാ അനുഗ്രഹങ്ങളിലേക്കും നാം പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ്. അത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 14-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. കർത്താവ് എന്താണ് ഇന്ന് സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തൻ്റെ മണവാട്ടി സഭയ്ക്ക് വേണ്ടി, മണവാട്ടിക്ക് വേണ്ടി അവൻ ഭവനങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്ത് അവൻ ഭവനങ്ങൾ പണിതുകൊണ്ടിരിക്കുക. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. അതിന് കർത്താവ് വരും. നമ്മുടെ കാന്തനാണ്, സഭയുടെ കാന്തനാണ്. നമ്മുടെ കാന്തൻ തൻ്റെ കാന്തയ്ക്ക് വേണ്ടി വരും എന്നുള്ളത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ 1 തെസ്സലോനിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 തൊട്ട് 18 വരെ വാക്യങ്ങൾ ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 തെസ്സലോനിക്കൽ 4-ാം അധ്യായത്തിൻ്റെ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വിശ്വാസ സമൂഹത്തിൻ്റെ നമ്മുടെ പ്രത്യാശ വിഷയം ഇത് തന്നെയായി ആണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞാൻ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുന്നു. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുള്ള വലിയ നമ്മൾക്ക് പ്രത്യാശാ വിഷയം, നമ്മൾ തമ്മിൽ ആശ്വസിപ്പിക്കേണ്ട വിഷയം, കർത്താവ് നമ്മൾക്ക് വേണ്ടി മധ്യാകാശത്തിൽ വരും.
കാഹളം ഊതും, അത് നമ്മൾ കേൾക്കും. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും, ജീവനുള്ളവർ മാറ്റപ്പെടും. ഇതാണ് നമ്മൾ ഇംഗ്ലീഷിൽ റാപ്ചർ എന്ന് പറയുന്നത്. ഇത് മരിക്കുന്ന സമയത്ത് ദൂതന്മാരൊന്ന് കൊണ്ടുവന്നു എന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. അതൊക്കെ അബദ്ധങ്ങളാണ്, തെറ്റാണ്. എന്നാൽ കർത്താവ് സഭയ്ക്ക് വേണ്ടി കാന്തയ്ക്ക് വേണ്ടി വരും, നമ്മൾ കൊണ്ടുപോകും, തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ അവസാനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ആശയമാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് എന്ന് ഞാൻ ഓർപ്പിക്കും. അതുകൊണ്ട് സഭയ്ക്ക് എന്ത് സംഭവിക്കും? 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നിന്നും, അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം. ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രത്യാശാ വിഷയങ്ങളായതുകൊണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. അതുപോലെ ഈ യഹൂദനെന്ന് സംഭവിക്കും, അതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ദൈവം അബ്രാഹാമിന് കൊടുത്ത വാഗ്ദാനങ്ങളിൽ ഒരു ദേശം, ഒരു സന്തതി, അതുപോലെ തന്നെ നിത്യമായ സാർവത്രിക അനുഗ്രഹങ്ങൾ, ഇതെല്ലാം അതുപോലെ തന്നെ ഈ ദേശത്തിലെ ഒരു തലസ്ഥാനം കൊടുത്തു, അതാണ് ഈ ജെറൂസലേം. അതുകൊണ്ട് ഇസ്രായേലിനും സംഭവിക്കും, അവരുടെ ദേശത്തിനും സംഭവിക്കും, അതുപോലെ തന്നെ ഈ യെരുസലേമിനും സംഭവിക്കും എന്നുള്ളതും ആ വാഗ്ദാനങ്ങളെ സംബന്ധിച്ച്, ദൈവം ഇസ്രായേലിനോട് ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അവസാനങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ഇസ്രായേലിനും സംഭവിക്കും, ആ രാജ്യത്തിനും ആ ദേശത്തിനും സംഭവിക്കും, ജെറുസലേമിൽ സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ ഞാൻ അല്പമായിട്ട് നിങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യഹൂദന്മാരുടെ അന്ത്യ അനുഗ്രഹങ്ങൾ മത്തായി 23, 37, 39 വാക്യങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ ഇസ്രായേലിനോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ദാവീദിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ പറയുവോളം നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം ട്രയംഫൽ എൻട്രി, കഴുതപ്പുറത്ത് കർത്താവ് ജെറുസലേമിലേക്ക് കടന്നു വന്നു. അവർ ഹോശാന, ദാവീദ് പുത്രൻ ഹോശാന പാടിയ അവരോട് പറഞ്ഞു, അവർ പലരും അവനെ കൊല്ലുവാനായിട്ടുള്ള ശ്രമമായിരുന്നു. പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ വരും. ഒരു കർത്താവിനെ അവർ വിളിക്കും, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരും വരും, എല്ലാ ഇസ്രായേലും രക്ഷിക്കപ്പെടും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വാക്യം റോമാലേഖനം 11-ാം അധ്യായത്തിൽ 25 മുതൽ 29 വാക്യങ്ങളാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, വീണ്ടുകിടപ്പുകാരൻ സീയോനിൽ നിന്ന് വരും, അവന് മൊത്തം ഇസ്രായേലിനെ രക്ഷിക്കും. അത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇസ്രായേൽ മൊത്തമായി രക്ഷിക്കപ്പെടും, ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനമാകും. ഇന്ന് ഇസ്രായേൽ അവരുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ ദേശത്തിൻ്റെ സുരക്ഷയ്ക്കുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു വന്ന് അത് മൊത്തത്തിൽ അവർക്ക് നൽകുകയും അത് മൊത്തമായി സുരക്ഷിതമാക്കുകയും ശത്രുക്കളെ മൊത്തമായി നശിപ്പിക്കുകയും ചെയ്യും. വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, അവിടെ ഒരു വാക്യം ഞാൻ വായിക്കുന്നുള്ളൂ, എന്നാലും മൊത്തത്തിൽ അത് വായിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സമയപരിധി മൂലം ഒരു വാക്യം മാത്രം വായിക്കുകയാണ്. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. 1-ാമത്തെ പുനരുത്ഥാനം, അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ഈ 1-ാം പുനരുദ്ധാനത്തിലുള്ളവർ അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. 1000 ആണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടും. അത് കർത്താവായ യേശു ക്രിസ്തു രാജാവായിട്ട് വാഴും. അപ്പോൾ അവൻ്റെ കൂട്ടത്തിൽ ആരൊക്കെ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വാക്യത്തിൽ നമുക്ക് ഈ രാജ്യം അബ്രഹാമിനും ദാവീദിനും കൊടുത്ത വാഗ്ദാനങ്ങളുടെ നിവൃത്തിയായി ഈ രാജ്യം അത് യഥാസ്ഥാനപ്പെടും എന്നുള്ളതും ഇസ്രായേലിൻ്റെ ദേശത്തെ സംബന്ധിച്ച ഉപദേശങ്ങളുടെ അവസാനമായി സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയുടെ തലസ്ഥാനം യെരുശലേം, അതിനെന്ത് സംഭവിക്കും? 21-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ, വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. പുതിയ ജെറുസലേം വെളിപാട് പുസ്തകത്തിലെ വെളിപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ ജെറുസലേമിന് വേണ്ടിയുള്ള
വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ പ്രത്യാശ, ഇസ്രായേലിൻ്റെ പ്രത്യാശ എന്താണ്? പുതിയ ജെറുസലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന്. അതുപോലെ തന്നെ എബ്രായ അധ്യായത്തിൻ്റെ 8-ാം അധ്യായം 8 മുതൽ 12 വാക്യങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ പല ഉടമ്പടികളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നില്ല. അതിൽ 2 പ്രധാനപ്പെട്ട ഉടമ്പടികളാണ് മിക്കവാറും തന്നെ എബ്രായ ലേഖനത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. വെളിപ്പാടായി നമുക്ക് നൽകി. ഒന്ന്, പഴയ നിയമ മോശ മുഖാന്തരം വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേലിന് കൊടുത്ത മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണം. അതാണ് ആദ്യത്തെ ഉടമ്പടി, ഒന്നാമത്തെ ഉടമ്പടി. രണ്ടാമത്തെ ഉടമ്പടിയാണ് പുതിയ ഉടമ്പടി. അത് ജെരമ്യ പ്രവചനത്തിലും ഈ ഉദ്ധരിച്ചുകൊണ്ട് ഈ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ ഉടമ്പടി അത് എപ്പോഴത് സാധ്യമാകും, എപ്പോഴാണ് അത് പൂർണ്ണമായിട്ട് അത് നടത്തപ്പെടുന്നതെന്ന് ഓർത്താൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭരണസമയത്ത് ഈ ഭൂമിയിൽ 1000 കൊണ്ട് വാഴ്ചയിൽ അത് സംഭവിക്കും എന്നുള്ളത് എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. അങ്ങനെ നമ്മുടെ ഭൂമിക്ക് എന്ത് സംഭവിക്കും? പുതിയ ആകാശവും പുതിയ ഭൂമിയും. മനുഷ്യനെന്ത് സംഭവിക്കും? ഒരിക്കലും മരിക്കുകയും പിന്നെ ന്യായവിധിയും. അതുകൊണ്ട് ഈ ന്യായവിധിയിൽ നമ്മൾ പെടാതെ കൊണ്ട് എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞതുപോലെ എന്നിലും എൻ്റെ പിതാവിലും വിശ്വസിക്കൂ, എൻ്റെ കാൽവരി യാഗത്തിൽ വിശ്വസിക്കൂ, നിങ്ങൾക്ക് രക്ഷ ലഭിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഇസ്രായേലിന് എന്ത് സംഭവിക്കും? ഒരു യഥാസ്ഥാനപ്പെടും ദൈവത്തിൻ്റെ വചനപ്രകാരം. അങ്ങനെ ഇവയെല്ലാം സാധ്യമാകുന്നത്, നമ്മൾ ഈ പഠിക്കുന്ന ഈ വിഷയം, വളരെ ഗാംഭീര്യമുള്ള ഈ വിഷയങ്ങളെല്ലാം സാധ്യമാകുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവാകുന്നു. ഈ ക്രിസ്തുവിനെയാണ്, ഈ ക്രിസ്തുവിലുള്ള വിശ്വാസമുള്ള മഹത്വവുമാണ്, അല്ലെങ്കിൽ രക്ഷയുടെ മഹത്വമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിഷയം. ഇതിനോടുള്ള ബന്ധത്തിൽ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഇന്നത്തെ ക്ലാസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ദേവലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഈ പുതിയ നിയമത്തിൽ, ഈ ദൈവവചനത്തിൽ നിന്ന് പല അരിവട്ടം ബൈബിൾ ചർച്ച് പ്രസംഗിക്കുന്നത് ഇതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ട് പാപപരിഹാരകനാണ്. അവൻ പരമമായ യാഗം നമുക്ക് വേണ്ടി അത് ചെയ്തു. അവന് മഹത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്നവന് ദൈവം അവന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുവാൻ തക്കോണം പ്രസാദിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വിശ്വസിക്കുമോ എന്നുള്ളതാണ് വിഷയം. ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ദൈവസ്നേഹികളാകുവാനും ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി എൻ്റെ സമ്മറി ഞാൻ വായിക്കുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ദൈവസ്നേഹികളാകുവാനും ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് ഇന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ്സിന് വിരാമമിടാം. സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഗാംഭീര്യമുള്ള അവിടുത്തെ വചനം, അതിലിറങ്ങിയിരിക്കുന്ന മർമ്മങ്ങൾ അത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളോട് പ്രസാദം കാണിച്ചുവല്ലോ. അത് കണ്ണ് കേട്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ മനസ്സിൽ തോന്നിയിട്ടുമില്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ സുവിശേഷമാണ്. അത് ഞങ്ങളുടെ പാപപരിഹാരകൻ എന്നുള്ള വിശേഷമാണ്. അത് മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് അടിയങ്ങളെ അപേക്ഷിക്കുന്നു. കൃപയിൽ പൊതിയണമേ, അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.